ഈ അവധിക്കാലത്തിരുന്ന് പഠിക്കേണ്ടതുണ്ടോ? വേനലവധിക്കാലത്ത് സ്കൂളുകളിലൊന്നും ക്ലാസ് ഉണ്ടാവാൻ പാടില്ല എന്നുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ സ്കൂളുകളിലും ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ജൂണിൽ തന്നെയായിരിക്കും. ജൂണിൽ ആരംഭിച്ചാൽ പോലും പ്ലസ് വണ്ണിനേക്കാൾ പ്ലസ് ടുവിൽ കൂടുതൽ ക്ലാസ്സുകൾ ഉണ്ടല്ലോ, കൂടുതൽ സമയമുണ്ടല്ലോ പഠിക്കാൻ എന്നായിരിക്കും നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടായിരിക്കുക. അതുമാത്രമല്ല, സ്കൂളിലെ ക്ലാസ്സുകൾ ആരംഭിച്ച് അന്നേ ദിവസം ഉച്ചയ്ക്ക് വിട്ടതിന് ശേഷം വൈകുന്നേരം മുതലിരുന്ന് പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിക്കുന്നവരായിരിക്കും നിങ്ങളിൽ കൂടുതൽ പേരും. ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, പ്ലസ് വണ്ണിനെ അപേക്ഷിച്ച് പ്ലസ് ടുവിൽ കിട്ടുന്ന ക്ലാസ്സുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ പോലും, ദിവസങ്ങളുടെ എണ്ണം കൂടുതലാണെങ്കിൽ പോലും പഠിക്കേണ്ട ടോപ്പിക്സ്, കണ്ടന്റ് അത്രത്തോളമുണ്ട്. മാത്സിൽ ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന വൻ കടമ്പ കടന്നാൽ മാത്രമേ നിങ്ങൾക്കതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. കെമിസ്ട്രിയിൽ സെക്കൻഡ് പാർട്ട് മുഴുവനായും, അതായത് 4 ചാപ്റ്റർ മുഴുവനായും ഓർഗാനിക് കെമിസ്ട്രിയാണ്. അതുപോലെ ഫിസിക്സിൽ ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ട്. ഇതെല്ലാം പഠിച്ചു തീർക്കുവാൻ നിങ്ങൾക്ക് ഒരുപാട് സമയം ചെലവഴിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, പ്ലസ് ടുവിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇവരുടെ എല്ലാവരുടെയും പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ, പ്ലസ് ടുവിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം എല്ലാം നിങ്ങൾക്ക് ലാബ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. അതിനോടൊപ്പം റെക്കോർഡ് വർക്കുകൾ ഉണ്ടായിരിക്കും. അന്നെടുക്കുന്ന ലാബുകളുടെ റെക്കോർഡ് വർക്ക് നിങ്ങൾ കൃത്യമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവസാന ദിവസങ്ങളിൽ, അതായത് ഡിസംബറിന് ശേഷമുള്ള ദിവസങ്ങളിലൊന്നും നിങ്ങൾക്ക് ഉറങ്ങാനായിട്ട് സാധിക്കത്തില്ല. മുഴുവൻ റെക്കോർഡ് വർക്കുകളും പെൻഡിംഗ് ആക്കി വെക്കുകയാണെങ്കിൽ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പുലർച്ചെ വരെ ഇരുന്ന് റെക്കോർഡുകൾ ഇരുന്ന് എഴുതേണ്ടി വരും. അതിനാൽ തന്നെ തിയറി പഠിക്കാനുള്ള സമയം വളരെ കുറവാണെന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം നിങ്ങൾ മറികടക്കണമെന്നുണ്ടെങ്കിൽ, പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വെക്കേഷൻ ഇരുന്ന് പഠിച്ചു തുടങ്ങേണ്ടതാണ്. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഓരോ ദിവസവും നിങ്ങൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറെങ്കിലും സമയം ചെലവഴിച്ച് ഓരോ ചാപ്റ്ററായിട്ട് ഒന്ന് നോക്കി തുടങ്ങുക. അതിന് നിങ്ങളെ സഹായിക്കുവാൻ, അതായത് പ്ലസ് ടുവിൽ ഫുൾ മാർക്കും ഉറപ്പിക്കാൻ വേണ്ടിയുള്ള മുഴുവൻ കാര്യങ്ങളും തരാൻ സൈലം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. നമ്മളെ ഈ വെക്കേഷൻ ക്ലാസ്സുകൾ, പ്ലസ് ടുവിൻ്റെ വെക്കേഷൻ ക്ലാസ്സുകൾ സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ 9995400800 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഇതിനോടൊപ്പം തന്നെ 5000-ലധികം വിദ്യാർത്ഥികളാണ് അഡ്മിഷൻ നമ്മുടെ ക്ലാസ്സുകളിൽ ഇരുന്ന് തുടങ്ങിയിരിക്കുന്നത്. ഓർക്കുക, 5000-ലധികം വിദ്യാർത്ഥികൾ നിങ്ങളെക്കാൾ എത്രയോ പടി മുന്നിൽ ഓടി തുടങ്ങിയിരിക്കുന്നു. നിങ്ങളിപ്പോഴും പിറകിലാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളും അവരോടൊപ്പം ഓടി തുടങ്ങണമെന്നുണ്ടെങ്കിൽ താഴേക്കാന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായി 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഇന്ന് ചെലവഴിച്ചുകൊണ്ട് നമുക്ക് ഓരോരോ ചാപ്റ്ററിലെയും ഓരോ ടോപ്പിക്കും നല്ലപോലെ തന്നെ മനസ്സിലാക്കിയെടുക്കാം. സ്കൂളുകളിൽ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ അതിഗംഭീരമായി തന്നെ നമുക്ക് ഒരുമിച്ച് പെർഫോം ചെയ്യാം. യൂണിറ്റ് ടെസ്റ്റിലും എല്ലാ എക്സാമിലും ഫുൾ മാർക്കും ഉറപ്പിക്കാം. ഓക്കെ.